കോടതി മുറിയിൽ നിന്നും വിധി കേട്ട് പുറത്തിറങ്ങിയ ദിലീപ് ആദ്യം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരെ കുറിച്ചാണ്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞത് മഞ്ജുവാണ്. അന്നു മുതലാണ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നത് എന്നാണ് ദിലീപ് പറഞ്ഞത്. അവർക്കൊപ്പം മുതിർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും ചേർന്നു. തന്റെ പ്രതിച്ഛായയും കരിയറും നശിപ്പിക്കുവാൻ വേണ്ടി തനിക്കെതിരെ നടന്ന ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇത് എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം. എന്നാൽ എന്താണ് അന്ന് മഞ്ജു പറഞ്ഞത്? നടിയെ ആക്രമിച്ചത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് ആദ്യം ഉറപ്പിച്ചു പറഞ്ഞത് നടി മഞ്ജു വാര്യർ തന്നെയാണ്. അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചലച്ചിത്ര പ്രവർത്തകർ കൊച്ചിയിൽ ചേർന്ന യോഗത്തിലായിരുന്നു മഞ്ജുവിന്റെ ഈ പ്രഖ്യാപനം. ക്രിമിനൽ ഗൂഢാലോചന എന്നൊരു സംശയം പ്രകടിപ്പിക്കുകയല്ല മഞ്ജു ചെയ്തത്, പകരം നടന്നത് അതാണെന്ന് ഊന്നി പറയുകയായിരുന്നു. ആ പൊതുയോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്: ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയ ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം പൂർണ്ണമായി പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അതുമാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടുവാനുള്ള അർഹതയുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കേസിലെ മുഖ്യസാക്ഷികളിൽ ഒരാളായ മഞ്ജു കോടതിയിൽ നൽകിയ മൊഴികൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടിയും അന്ന് നടത്തിയ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അവരുടെ നിലപാട്. കോടതി വിധിയിലൂടെ മാത്രമേ ഈ മൊഴികൾ ഇനി പുറത്തു വരികയുള്ളൂ. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് കൊച്ചിയിൽ കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. അന്ന് തൊട്ട് ഇന്നുവരെ ആ നടിക്ക് എല്ലാവിധ പിന്തുണയും നൽകി കൂടെ നിൽക്കുന്ന ചുരുക്കം ചില സഹപ്രവർത്തകരിൽ ഒരാളാണ് മഞ്ജു വാര്യർ. അതിജീവിതയ്ക്കൊപ്പം മാനസികവുമായ പിന്തുണ നൽകി നിൽക്കുന്ന പലരും പിന്നീട് ചലച്ചിത്ര സിനിമാ ലോകത്ത് വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. പലർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ അതിൽ തകർന്നപ്പോൾ മുടിമാറ്റി കുറ്റാരോപിതനൊപ്പം ചേർന്നു. മറ്റു ചിലരാവട്ടെ സ്വന്തം ഭാവി പോലും നശിപ്പിച്ചുകൊണ്ട് അതിജീവിതയ്ക്ക് ഒപ്പം നിന്നു. നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ആ വിഭാഗത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ടാണ് അന്നും ഇന്നും എന്നും മഞ്ജു വാര്യരെ ഈ മലയാള സമൂഹത്തിന് കാണുവാൻ സാധിച്ചിട്ടുള്ളത്.